സ്വാഗതം ലൈവ് അറ്റ് 6. ആദ്യം തലക്കെട്ട്. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. മഴ ഇനിയും കനക്കും. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. അപ്പർ കുട്ടനാട്ടിൽ സ്ഥിതി ഗുരുതരം. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെയും മൃതദേഹം കിട്ടി. മണർകാട് വെള്ളക്കെട്ടിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആലത്തൂർ തെന്നിലാപുരത്ത് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ ഉടൻ നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്തനംതിട്ടയ്ക്ക് പ്രാമുഖ്യം നൽകി പദ്ധതി പ്രഖ്യാപിക്കും. വ്യാപാരികളുടെ നഷ്ടം നികത്താൻ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അപ്പർ കുട്ടനാട്ടിലെ പ്രളയ മേഖലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി. അധിക്ഷേപ പരാമർശത്തിൽ CP ജോൺ മാപ്പ് പറയണമെന്ന് CPM. സൗജന്യ യാത്രയ്ക്ക് ബസ്സിൽ കയറുന്നവരെ അപമാനിച്ചെന്ന ആരോപണം. പ്രിയദർശിനി സർവീസ് അവസാനിപ്പിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം. വിവാദമായത് സൗജന്യ യാത്രയ്ക്കായി വനിതകൾ ബസ്സിൽ തള്ളിക്കയറുന്നുവെന്ന പരാമർശം. അപമാനിച്ചതല്ലെന്നും സ്ത്രീകളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടിയതാണെന്നും മന്ത്രിയുടെ വിശദീകരണം. CP ജോണിനെതിരെ പ്രതിഷേധവുമായി DYFI. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം വിടാതെ CPM. കൊച്ചിയിൽ മുഖ്യമന്ത്രി കാണാൻ പോയ നിക്ഷേപകൻ ആരെന്ന് വ്യക്തമാക്കണം. വ്യവസായ മന്ത്രിയെ കൂട്ടാതെ മുഖ്യമന്ത്രി തനിച്ചെന്തിന് പോയെന്ന് ചോദ്യം. തുടർച്ചയായി കളവ് പറഞ്ഞ് വസ്തുത മറച്ചുവെക്കുന്നുവെന്നും ആക്ഷേപം. ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. റിമാൻഡ് ആവശ്യപ്പെടാതെ തമിഴ്നാട് സർക്കാർ. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കോടതി. അറസ്റ്റ് രാഷ്ട്രീയ നേട്ടമാക്കാൻ DMKയുടെ നീക്കം. അറസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും തമിഴ്നാട്ടിൽ പ്രവർത്തകർ തെരുവിൽ. നീറ്റ് സമരത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി CJP. യുവാക്കളുടെ പ്രശ്നങ്ങൾ അറിയാൻ രാജ്യവ്യാപക ക്യാമ്പയിൻ നടത്തും. ലിസണിംഗ് ടൂർ എന്ന പേരിൽ രാജ്യം മുഴുവൻ സഞ്ചരിക്കും. തുടർ നീക്കം ആലോചിക്കാൻ മുംബൈയിൽ നിർണായക യോഗം. ലഹരി ഉപയോഗത്തിന് എളുപ്പവഴിയൊരുക്കുന്ന പ്രീ റോൾഡ് കോണുകൾ പിൻവലിച്ച് ഇൻസ്റ്റാമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ടെന്ന് നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. മാധ്യമപ്രവർത്തകർക്കെതിരെ വിവാദ പരാമർശം നടത്തി മലപ്പുറത്തെ വ്ളോഗർ. പാണക്കാട് ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ മാധ്യമപ്രവർത്തകരെ കുഴിച്ചു മൂടണമെന്ന് പരാമർശം. പരാതി നൽകി KUWG. അഭിമന്യു കേസിൽ 4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയണം. വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജി കോടതി പരിഗണിച്ചു. EDയെ ആക്രമിച്ച കേസിൽ 4 പേർക്ക് കൂടി ജാമ്യം നൽകി ഹൈക്കോടതി. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ കടുത്ത നിലപാടുമായി DK ശിവകുമാർ. മന്ത്രിസ്ഥാനം ലഭിക്കാതെ താനും മുമ്പും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. കത്ത് നൽകിയാൽ രാജി ആവശ്യം ഉടൻ അംഗീകരിക്കുമെന്ന് രാജ്യഭീഷണി മുഴക്കി MLA-മാർക്ക് മുന്നറിയിപ്പ്. പാർട്ടിയാണ് പ്രധാനമെന്ന് ഓർക്കണമെന്നും കർണാടക മുഖ്യമന്ത്രി. ഇറാൻ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി US. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് വിലയിരുത്തി ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദവും തള്ളി. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജിന റോഡ്രിഗസും വിവാഹിതരാകുന്നു. ജന്മസ്ഥലമായ പോർച്ചുഗീസ് ദ്വീപ് മെദീറയിലെ ഫുൻചാൽ ചർച്ചിൽ ശനിയാഴ്ച വിവാഹം. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും 32 വയസ്സുകാരിയായ ജോർജിനയും 9 വർഷമായി ഡേറ്റിംഗ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് എന്നതാണ് മുന്നറിയിപ്പ്. ഈ മാസം 8 വരെ
വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട, ആറന്മുള, തിരുവല്ല, കുറ്റൂർ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നിയിൽ വെള്ളക്കെട്ടിന് നേരിയ കുറവ് വന്നിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിലാണ്. MC റോഡിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാലാ ഉൾപ്പെടെയുള്ള കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ വെള്ളമിറങ്ങി തുടങ്ങി. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വെള്ളക്കെട്ടിൽ കാണാതായ മണർകാട് സ്വദേശി ശരണിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് ഇന്ന് പരിശോധന നടത്തി. മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് ഗതാഗത തടസ്സവുമുണ്ട്. അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കാലാവധി കഴിഞ്ഞിട്ടും സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നഗരസഭ നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ മലപ്പുറം ചമ്രവട്ടത്ത് പോത്തുകൾ ഒഴുകിപ്പോയി. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിലും കാര്യമായ മഴ പെയ്തിട്ടില്ല. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. രാജേഷ്, ഖനീഫ എന്നിവരാണ് മരിച്ചത്. മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ജില്ലയിൽ 6 ക്യാമ്പുകളിലായി 456 പേരാണുള്ളത്. ഇടുക്കി മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു താണു. ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നിർമ്മാണം നടന്നു വന്നിരുന്ന കെട്ടിടമാണ് അപകടാവസ്ഥയിലായത്. മണ്ണിടിഞ്ഞു കെട്ടിടം അപകടാവസ്ഥയിലായതോടെ താഴെ താമസിക്കുന്ന 15ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. കുന്നിടിച്ച് നിരത്തിയും മണ്ണ് നീക്കം ചെയ്തുമാണ് നിർമ്മാണം അവിടെ നടന്നത്. റെഡ് സോണിൽ നിർമ്മാണത്തിന് അനുമതി നൽകിയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്ന് പരിസരവാസികളും ആരോപിക്കുന്നുണ്ട്. കോട്ടയത്ത് 3 മാസം പ്രായമായ കുഞ്ഞിനെയും അമ്മയെയും സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ച ഫയർഫോഴ്സ്. കൈക്കുഞ്ഞുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ വൈറലായി കഴിഞ്ഞു. സംസ്ഥാനത്ത് പ്രളയ ദുരന്ത മേഖലകളിൽ ഇന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ സന്ദർശനമുണ്ടായിരുന്നു. അദ്ദേഹം പ്രളയക്കെടുതി നേരിട്ട് കാണുകയും ഒപ്പം തന്നെ ക്യാമ്പുകളിലെത്തി സന്ദർശനം നടത്തുകയും ചെയ്തു. എന്തായാലും പത്തനംതിട്ടയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ആദ്യഘട്ടം പത്തനംതിട്ടയിൽ നടപ്പിലാക്കുമെന്നും പത്തനംതിട്ടയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കാൻ അടിയന്തര നടപടിയുണ്ടാകും. CPM പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാൽ ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ
ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിരുന്നും ജ്വല്ലറി ഉദ്ഘാടനവുമാണ് വലുതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് തെളിയിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു കളവെങ്കിലും പറയാതെ സമാധാനം കിട്ടാത്ത മുഖ്യമന്ത്രി കളവ് പറഞ്ഞ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി കാണാൻ പോയ നിക്ഷേപകന്റെ പേര് ഒരു ഔദ്യോഗിക രേഖകളിലും ഇല്ലെന്നുമാണ് ഇക്കാര്യത്തിൽ CPM ഉയർത്തുന്ന വിമർശനം. പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിട്ടും ആ പ്രദേശത്ത് നേരിട്ടെത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കേന്ദ്രത്തിൽ പോലും എത്താൻ അതിനുപോലും സാധിക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കക്കാടംപൊയിൽ ചരക്ക് ലോറി തലകീഴായി മറിഞ്ഞു. മുള കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ലോറി പൂർണ്ണമായും തലകീഴായി മറിഞ്ഞെങ്കിലും ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് റോഡിൽ ചെറിയ രീതിയിൽ ഗതാഗതം തടസ്സം. ഒരിടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം. പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഗതാഗത മന്ത്രി CP ജോണിനെതിരെ പ്രതിഷേധം ശക്തമാണ്. മന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ തെറ്റായ പരാമർശമൊന്നും നടത്തിയിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രസംഗിക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കും, തള്ളിക്കയറ്റം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ലെന്നും ഗതാഗത മന്ത്രി പറയുന്നു. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണ്. ഇനിയും അതിൻ്റെ കൂടെ തന്നെയാണുള്ളത്. പ്രിയദർശിനിയുടെ വമ്പിച്ച വിജയം, ആ വമ്പിച്ച വിജയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ഞാൻ വളച്ചൊടിച്ചെന്നോ എന്താ പറയുക പൊട്ടിച്ചെന്നോ ഒന്നും ഞാൻ ആക്ഷേപിക്കാനില്ല. തള്ളിക്കള്ളം എന്നുള്ള വാക്കിനി ഇനി ഉപയോഗിക്കാതിരിക്കാം. അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നലെയാണ് CP ജോൺ പാലക്കാട് പ്രസംഗത്തിനിടെ വിവാദ പരാമർശം നടത്തിയത്. KSRTC ജീവനക്കാരുടെ ഒരു സംഘടനാ പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ ഭാഗം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. സ്ത്രീകളെ അപമാനിച്ചതിന് CP ജോൺ മാപ്പ് പറയണമെന്ന് CPM നിലപാടെടുക്കുന്നു. ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണ് മന്ത്രി പറയുന്നതുമെന്നുമാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോഴും കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഗതാഗത മന്ത്രിയുടെ പരാമർശത്തെ മറ്റ് CPI നേതാക്കളും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. മന്ത്രി മാപ്പ് പറയണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് PK ശ്രീമതിയും ഏകാധിപത്യ സമീപനത്തിന്റെ തെളിവാണെന്ന് KN ബാലഗോപാൽ MLAയും പ്രതികരിച്ചു. മന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DYFIയും മാർച്ച് നടത്തി. പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നത് ക്രമേണ ഇത് ഇല്ലാതാക്കാനുള്ള വല്ല വിദ്യയാണോ? അതല്ലെങ്കിൽ പിന്നെ ഇത്രമാത്രം അവഹേളനാപരമായിട്ട് സ്ത്രീകളെ തരംതിരിക്കേണ്ട കാര്യമില്ല. ഇതില് സ്ത്രീ ആണോ എന്നേ നോക്കണ്ടോ? സ്ത്രീ ആണെങ്കിൽ അവർക്ക് അത് അവകാശപ്പെട്ട് കഴിഞ്ഞതാണ്. കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച് അതിന്റെ തീരുമാനമെടുത്ത് അതിന് പണവും മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ സ്ത്രീകളുടെ അവകാശമായി മാറിക്കഴിഞ്ഞു. ഈ അവകാശം നിഷേധിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. ബസ്സുകളിൽ തള്ളിക്കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ആശുപത്രികളിൽ പോകുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള അപമാനകരമായ വാർത്തകളാണ് ഒരു മന്ത്രിയിൽ നിന്ന് വരുന്നത്? ബസ്സുകൾ, ഒരു ഓർഡിനറി ബസ് ഓടാൻ പറ്റാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ വന്നാൽ ആ റൂട്ടിൽ പിന്നെ ബസ്സില്ല. ഇങ്ങനെ ബസ്സുകൾ നിർത്തുന്നത് കൂടാതെ സ്ത്രീകളെ അവമാനിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത്. ഒരു പണിയില്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ നടക്കുകയാണോ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു വിളിച്ചു വരുത്തി അവമാനിക്കുന്നു എന്ന് പറയുന്നവർക്ക് നമ്മൾ പറയും, സദ്യ വിളമ്പിയിട്ട് എന്തിനാണ് നിങ്ങളൊക്കെ ഉണ്ണാൻ വന്നത്, വേറെ എവിടെയും പോയി പൈസ കൊടുത്ത് കഴിച്ചൂടെ എന്ന് പറയുന്ന പോലെ ആളുകളെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് വന്നത്. യഥാർത്ഥത്തിൽ ഈ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് എണിപ്പിച്ചിട്ട് നേരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. അധിക്ഷേപകരമായ ഒരു പരാമർശം തന്നെയാണ് ഇത്. സർക്കാർ നൽകുന്ന ഒരു ഔദാര്യം എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞും ജയിച്ചപ്പോഴും ഒക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞതാണ്. അധികാരത്തിൽ വന്ന സ്ത്രീകൾ അവരുടെ ആ അവകാശം അവരുപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യോജിച്ച കാര്യമല്ല. അതിനെ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകള് തള്ളിക്കയറി ബസ്സിൽ യാത്ര ചെയ്യുന്നു, സ്ത്രീകള് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ, പൊതു ആരോഗ്യ, പൊതുവിതരണ സമ്പ്രദായ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടത്തെ സംബന്ധിച്ച് നമ്മൾ അഭിമാനത്തോടെ തന്നെ പറയാറുണ്ട്. അപ്പോൾ അതിനെല്ലാം വളരെ മോശപ്പെടുത്തുന്ന രൂപത്തിലാണ് ശ്രീ CP ജോണിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. മന്ത്രിക്കെതിരായ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഹിളാ മോർച്ച CP ജോണിനെതിരെ അദ്ദേഹത്തിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടത്തുന്നു. പ്രതിഷേധം നടക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വലിയ പ്രതിഷേധമാണല്ലോ നടക്കുന്നത്. ഇതിപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നു, എന്നിട്ടും ഇതിൽ വലിയ പ്രതിഷേധം. CPM-ന് പിന്നാലെ ഇപ്പോൾ BJP-യും അനുബന്ധ സംഘടനകളും ഒക്കെ പ്രതിഷേധം ഉയർത്തുകയാണോ? തീർച്ചയായിട്ടും മനു, UDF-ന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളത്. മുഴുവൻ KSRTC ബസ്സുകളിലും യാത്ര നൽകുമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും അത് പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. പക്ഷേ ഓർഡിനറി ബസ്സുകൾ അത് സൗജന്യ യാത്രയ്ക്കുള്ള തീരുമാനം വന്നപ്പോൾ വലിയ കയ്യടി VD സതീശൻ അതുപോലെ സർക്കാരിനും ലഭിച്ചതാണ്. ആ പദ്ധതിയാണ് ഇന്ന് മന്ത്രി തന്നെ, ആ വകുപ്പിന്റെ ചുമതലയുള്ള ഗതാഗത മന്ത്രി തന്നെ തള്ളിപ്പറയുന്ന സമാനമായ പ്രതികരണം നടത്തി. മാത്രമല്ല സ്ത്രീകളെ വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്തു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന, സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ
സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്ന ആളുകളെയും വലിയ അവഹേളിക്കുന്ന തരത്തിലാണ് ഇന്ന് മന്ത്രി CP ജോണിന്റെ പ്രസ്താവന ഉണ്ടായത്. അദ്ദേഹം പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉണ്ടാവുകയാണ്. CPM നേതാക്കൾ രാവിലെ തന്നെ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതുപോലെ തന്നെ CP നേതൃത്വമൊക്കെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോൾ മഹിളാ മോർച്ചയാണ് CP ജോണിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. തലസ്ഥാന നഗരസഭയിലെ കൌൺസിലർമാർ അടക്കമുള്ളവർ ഈ മാർച്ചിന് നൽകുന്ന വലിയ പ്രതിഷേധമാണ് CP ജോണിനെതിരെ ഉയരുന്നത്. അവർ മന്ത്രിയുടെ കോലവുമായാണ് പ്രകടനം നടത്തുന്നത്. മന്ത്രിയുടെ കോലം കത്തിക്കാനാണ് തീരുമാനം. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച മന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയണമെന്ന ആവശ്യം അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. വലിയ രാഷ്ട്രീയ വിഷയമായത് മാറിക്കഴിഞ്ഞു. കാരണം സ്ത്രീകൾ ആരും ചോദിച്ചിട്ടല്ല സർക്കാർ UDF അത്തരമൊരു വാഗ്ദാനം നൽകിയത്. അല്ലാതെ തന്നെ വാഗ്ദാനം നൽകുകയും അത് നൽകിയ ശേഷം അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവരെ അവഹേളിക്കുന്നതിന് പ്രസ്താവനയുമായി മന്ത്രിസഭയിലെ പ്രധാനി ആ വകുപ്പിന്റെ തലവൻ തന്നെ KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത വകുപ്പിൽ തലവൻ തന്നെ രംഗത്ത് വരുന്നത് അങ്ങേയറ്റം അവഹേളനപരമാണ് സ്ത്രീകൾക്ക് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. സംഘടനാ ഭേദമില്ലാതെ എല്ലാ നേതാക്കളും അത് വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് KPC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും മഹിളാ കോൺഗ്രസിന്റെ മുൻ നേതാവ് കൂടിയ KPC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും അല്പസമയം മുമ്പ് ഫേസ്ബുക്ക് കുറിപ്പായി വരുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ അവകാശമാണ് UDF നൽകിയ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന പ്രതികരണമാണ് KPC ജനറൽ സെക്രട്ടറി നടത്തിയിരുന്നത്. അത്തരത്തിൽ നേതാക്കൾ കോൺഗ്രസ് പോലും ഇപ്പോൾ CP ജോണിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും CP ജോൺ ഗതാഗത മന്ത്രി തന്നെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാവുന്ന ഈ പദ്ധതിയെ സർക്കാർ അധികാരത്തിലെത്തിയ ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കി ആദ്യ മന്ത്രിസഭയിൽ തീരുമാനമെടുത്തതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ. പിന്നീട് സർക്കാർ ഒരു സമിതിയെ വയ്ക്കുന്നു. ആ സമിതി പഠിച്ച് ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം നടപ്പാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ അതിനെതിരെ ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ രംഗത്ത് വരുന്നത് സ്ത്രീകളെ അപമാനിക്കുന്നത് പ്രസ്താവന നടത്തുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം ഉയരുന്നത്. CP ജോൺ മാറ്റിപ്പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അതിന്റെ പ്രതികരണം വളരെ കൃത്യമായിരുന്നു. സ്ത്രീകൾക്കെതിരെ കൃത്യമായ അധിക്ഷേപമാണ് മന്ത്രി നടത്തിയത്. അതിനാണ് ഇത്രയധികം പ്രതിഷേധം ഉയരുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നു. CPM-ഉം BJP-യും ആ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഇപ്പോൾ മന്ത്രിയുടെ വസതിയിലേക്കാണ് മഹിളാ മോർച്ചയുടെ മാർച്ച്. അവർ മന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം മുഴക്കുന്നു. അല്പസമയത്തിനകം CP ജോണിന്റെ കോലം പ്രവർത്തകർ കത്തിക്കും. വലിയ പോലീസ് സന്നാഹം ഈ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുണ്ട്. മാർച്ച് തടയാനായി ഉണ്ട്. ശക്തമായ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. ഇത് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി കൂടി മാറുകയാണ് മന്ത്രിയുടെ പ്രസ്താവന. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇടപെട്ട് ഇതിലൊരു തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിനെതിരെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനകം പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തു. അതിനുശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒന്നൊന്നായി KN ബാലഗോപാലും P രാജീവും VP ജയരാജനും അതുപോലെ തന്നെ CS സുജാത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വന്നു. ഇപ്പോൾ BJP നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ മഹിളാ മോർച്ച നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. DYFI അടക്കമുള്ള സംഘടനകൾ, യുവജന സംഘടനകൾ ഇതിനകം പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പ്രതിഷേധ നിലപാടുകൾ അറിയിക്കുകയാണ്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം CP ജോണിനെതിരെ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന്റെ തുടക്കമായി ഇതിനെ കാണണം. അദ്ദേഹം നിലപാട് തിരുത്തിയെങ്കിലും താൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് തിരുത്താനുള്ള ഒരു സന്നദ്ധത അറിയിച്ചത്. അല്ലെങ്കിൽ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നാളെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തിന് കൂടി നിലപാട് പറയേണ്ടി വരും. ഹെലികോപ്റ്റർ യാത്ര നടത്തി മുഖ്യമന്ത്രി ആരെയാണ് കാണാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് KN ബാലഗോപാൽ. ഈ വിവാദം വിടുന്നില്ല CPM. കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പുറത്തു പറഞ്ഞാൽ അപകടമുണ്ടാക്കുന്ന നിക്ഷേപകനെയാണോ മുഖ്യമന്ത്രി കാണാൻ പോയത്? ഗൂഢാലോചന നടത്തിയാണോ നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും ബാലഗോപാൽ ചോദിക്കുന്നു. അതേസമയം ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുവെന്ന് P രാജീവും ആരോപിക്കുന്നുണ്ട്. കാരണം വ്യവസായ മന്ത്രിയെ കൂട്ടി പോയി കാണാൻ മേലായിരുന്നു, എന്തിനാണ് രഹസ്യ നീക്കം നടത്തിയത് എന്നതുകൂടിയാണ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. തമിഴ്നാട്ടിൽ ഇന്ന് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയ ഉദയനിധി സ്റ്റാലിനെതിരെ ആണ് നീക്കങ്ങൾ ഉണ്ടായത്. ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. റിമാൻഡ് ആവശ്യമില്ലെന്ന നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാരും സ്വീകരിച്ചത്. എന്തായാലും വലിയ നീക്കങ്ങളാണ് ഇതിൻ്റെ അടുത്തേക്ക് ഉണ്ടാവുന്നത്.
വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നു. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ഉദയനിധി സ്റ്റാലിനോടും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് DMKയുടെ ഒരു പരിപാടിയിൽ ഉദയനിധി സ്റ്റാലിൻ വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത്. இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறாரு. அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമാണിത്. അതാണ് ആ വിഷയത്തിലാണ് ഇപ്പോൾ ഈ തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ അറസ്റ്റ് രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റാൻ DMKയുടെ നീക്കമുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രവർത്തകരെയൊക്കെ തെരുവിലിറക്കിയുള്ള നീക്കമാണ്. അറസ്റ്റിനെ അനുകൂലിച്ചും പ്രതികരിച്ചും വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.